بسم الله الرحمن الرحيم السلام عليكم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM അഥവാ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, അതിൻ്റെ ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അവസരത്തിലാണ് അതിൻ്റെ ഭാഗമായുള്ള ഒരു ക്വസ്റ്റ് എന്ന പേരിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിങ്ങൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. MSM ബാലവേദിക്ക് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് സജീവമായ പരിപാടികൾ MSMൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നു തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടി MSMൻ്റേതായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ പെരിന്തൽമണ്ണ കലാലയങ്ങളുടെയും ക്യാമ്പസുകളുടെയും ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കലാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള MSMൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. എന്നാൽ ഇന്ന് ഒരു നിലക്കും ക്യാമ്പസുകൾ പ്രവർത്തിക്കാത്ത ഒരു പൊതു അവധി ദിനമാണെങ്കിലും പൊതുവെ വിദ്യാലയങ്ങളിൽ പലതും ഇന്ന് ഭാഗികമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ വളരെ ഉയർന്ന പ്രോഗ്രാമുകളോടുകൂടെ പ്രഗത്ഭരായ ആളുകളെ ക്ലാസ്സിന് പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല വിശാലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നമ്മൾ ഇന്ന് സംഘടിപ്പിച്ച ഈ പരിപാടി കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോയത് ഒരു പക്ഷേ അവിചാരിതമായി വന്ന ഈ പ്രവൃത്തി സാഹചര്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം 2-3 സുപ്രധാനമായ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനിയൊരു ക്ലാസ് കേൾക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൻ്റെ എണ്ണം മനഃപൂർവ്വം ഞാൻ കുറക്കാൻ ഉദ്ദേശിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എന്നർത്ഥമില്ല. ഒരുപക്ഷെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു പേനയും ഒരു കടലാസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിജ്ഞാനത്തിൽ നമ്മുടെ മനസ്സിൽ പ്രാധാന്യം തോന്നുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ആ ശ്രദ്ധയോടെ കോർത്തെടുത്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി തരാം. എൻ്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പ്രത്യേകമായി ഒന്നും എഴുതിയെടുക്കുകയോ അതല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും രേഖപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച്
നമ്മളുടെ ഹൃദയങ്ങൾ, മനസ്സുകൾ ഒരല്പസമയം തുറന്നിരിക്കുക. ഒരു പക്ഷേ വളരെ വിദൂരമായ, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള ഈ ജീവിത പ്രയാണം, ഈ ജീവിതയാത്ര ഒരു പക്ഷേ ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് ഒരു യാത്രക്കാർക്ക് നൽകുന്ന ചില യാത്രാ നിർദ്ദേശങ്ങൾ, ഒരു യാത്രയുടെ സർവ്വവിധ ആശങ്കകളും നിറഞ്ഞു നിൽക്കുന്ന, പ്രതീക്ഷകളും നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2-3 ദിവസങ്ങൾക്കപ്പുറത്ത് ഒരു വൃദ്ധനായ, ഒരേ 10-75 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെ, ഒരു പിതാവിനെ ചെറിയ ഉപദേശങ്ങളും കാര്യങ്ങളും അയാളുടെ ജീവിതത്തിൽ നൽകണമെന്ന നിർബന്ധം പിടിച്ചുകൊണ്ട് വളരെ മുതിർന്ന പ്രായപൂർത്തിയായ, വിവാഹം കഴിച്ച മക്കളുള്ള മകൻ കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും എൻ്റെ അനുജനും തമ്മിൽ ചെറിയ ഒരു സൗന്ദര്യപ്പിണക്കം, അല്ല ഒരു മാനസിക അകൽച്ച നിലനിൽക്കുന്നു. അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം അനുജൻ എന്നിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അനുജനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം? അദ്ദേഹം വിശദീകരിച്ച് തന്നത്, അനുജന് ഒരു ധാരണ, അവന് പൊതുവെ ഗൾഫിൽ പോയി, അത് വിജയിച്ചില്ല, നാട്ടിൽ ബിസിനസ്സുകളൊന്നും വിജയിച്ചില്ല, പ്രത്യേകിച്ച് ജോലിയും വരുമാനമൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ജോലി, എൻ്റെ ഭാര്യയ്ക്ക് ജോലി, ഗവൺമെൻറ് ജോലി, എനിക്ക് സ്വന്തമായ ഒരു നല്ല മനോഹരമായ വീട്, നല്ല ജീവിത സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ. അപ്പം അനുജനിങ്ങനെ ഒരു തോന്നൽ എന്താണ്, വാപ്പയെ ഉപയോഗപ്പെടുത്തി, സാമർഥ്യം ഉപയോഗിച്ച് ഒരു പക്ഷേ ഇതൊക്കെ ജ്യേഷ്ഠൻ നേടിയെടുത്തു, എനിക്കൊന്നും ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലല്ലോ എന്നൊരു വേദന അനുജന്റെ മനസ്സിലുണ്ട്. ആ വേദന കൊണ്ടായിരിക്കണം അവൻ എന്നോടൊരു വിഷമം. എൻ്റെ ഈ വളർച്ചയിലും എൻ്റെ ഉയർച്ചയിലും അവൻ്റെ ഈ വിഷമാവസ്ഥയിലും അവനൊരു വല്ലാത്ത മനപ്രയാസം. അപ്പം അതുകൊണ്ട് സത്യത്തിൽ ഞാൻ അങ്ങനെ വാപ്പനെ ഉപയോഗപ്പെടുത്തിയോ സാമർഥ്യം ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വാഭാവികമായ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഇതൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവൻ്റെ മനസ്സിൽ നിന്ന് നീക്കി കളയേണ്ടതുണ്ട്. അവനുമായിട്ടൊന്ന് സംസാരിക്കണം. അത് നമുക്ക് ആലോചിക്കാം. ഇപ്പം നമുക്ക് വാപ്പൻ്റെ കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞ് വാപ്പനോട് സംസാരിച്ചു. അങ്ങനെ ഏകദേശം അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് അനുജൻ വന്ന് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സൂചിപ്പിച്ചു, ജ്യേഷ്ഠൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്നൊരു തോന്നലുണ്ടെന്ന്. അപ്പോൾ അയാൾ ചിരിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ജ്യേഷ്ഠനോട് അങ്ങേയറ്റത്തെ സഹതാപമാണ് എനിക്കുള്ളത്. എന്താണ് ജ്യേഷ്ഠനോട് അങ്ങേയറ്റത്തെ സഹതാപമുണ്ടാകാൻ കാരണം? അവൻ പറഞ്ഞു, അവന് വീടുണ്ട്, ഉദ്യോഗസ്ഥയായ ഭാര്യയുണ്ട്, നല്ല വരുമാനമുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങളില്ല, ഭാരങ്ങളില്ല. ആര് കണ്ടാലും റോട്ടിലൂടെ പോകുന്ന ഒരന്യൻ ആ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് ഇതാരെ വീടാണ്, ഇവിടെ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉദ്യോഗസ്ഥനായ സ്കൂളിൽ അധ്യാപകനായ ഭാര്യയും ടീച്ചറായ ഒരാളുടെ വീടാണ്, അയാളുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ആർക്കും നല്ലൊരു സൗഭാഗ്യവാൻ എന്ന് അദ്ദേഹത്തെ പറ്റി വിചാരിക്കാം. പക്ഷെ എനിക്ക് സഹതാപാണ്. യാതൊരു സുഖവും കാരണവൾക്കില്ല എന്നാണ്. എന്താണ് സുഖമില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിന്റെ യാതൊരു സുഖവും അയാൾ അനുഭവിക്കുന്നില്ല. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഉണ്ട് എന്നല്ലാതെ ഏത് വഴിക്ക് ചിന്തിച്ചാലും മതപരമായ ചിലക്കുള്ള ഒരു ചിട്ടയില്ല, കാഴ്ചപ്പാടുകളില്ല, ഒന്നുമില്ല. ഒരു ലോൺ വീടുമ്പോഴേക്കിന് വേറെ ലോൺ എടുക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി നോക്കും, പിന്നെ വീട് പൂർത്തിയാകുമ്പോഴേക്കിന് വാഹനം, അങ്ങനെ കടത്തോട് കടമാണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം എന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ ഈ ദുരയും അത്യാർത്തിയും ഒരു പക്ഷേ നിത്യജീവിതങ്ങൾ പോലും തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കും, ഇത്രയൊക്കെ വരുമാനമുള്ള ജ്യേഷ്ഠന് എൻ്റെ അത്രയെങ്കിലും സൗഭാഗ്യത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അങ്ങേയറ്റത്തെ സഹതാപവും വിഷമവുമാണ് അവൻ്റെ കാര്യത്തിൽ നിന്നാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. ഒരുത്തൻ ഭൗതികമായ സൗകര്യങ്ങളിലും സന്തോഷങ്ങളിലും ജീവിക്കുമ്പോൾ അവനെപ്പറ്റി മറ്റുള്ളവർ ജീവിക്കുന്നു, എന്തൊരു വിജയകരമായ ജീവിതം, എന്തൊരു സന്തോഷകരമായ ജീവിതം, എന്തൊരു സംതൃപ്തകരമായ ജീവിതം. ഇതെല്ലാവരും എല്ലാവരെ പറ്റിയും വിചാരിക്കുന്നു.
നാം വാഹനം ഓടിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ഒരു 4 രജിസ്ട്രേഷന്റെ വാഹനം തൊട്ടു മുന്നിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, കുടുംബത്തോടൊപ്പം ബന്ധുക്കളോടൊപ്പം. നമ്മൾ എന്തു വിചാരിക്കുന്നു? എത്ര ഭാഗ്യവാന്മാർ, എത്ര ജീവിത സൗകര്യമുള്ളവർ. ഒരു നല്ല 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു മനോഹരമായ വാഹനം വാങ്ങാൻ മാത്രം ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും അവർക്ക് നീങ്ങിക്കിട്ടിയിരിക്കുന്നു എന്നാണ്. പക്ഷേ ആ സ്റ്റാറിംഗ് പിടിച്ചിരിക്കുന്ന സുഹൃത്തിന്റെ മനസ്സിൽ, തൊട്ടപ്പുറത്തു ഇരിക്കുന്ന ഭാര്യയുടെ മനസ്സിൽ, പിന്നിരിക്കുന്ന മക്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മാനസികമായ വിജയ പരാജയങ്ങളെ കുറിച്ച് ആർക്കറിയാം? ആർക്കും അറിയില്ലല്ലോ. അതാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ചുമരിൽ തെളിച്ച പെയിന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, വാഹനത്തിൽ ഒട്ടിച്ച സ്റ്റിക്കറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിജയത്തിന്റെ മറ്റൊരു മുഖമുണ്ട്. അതാണ് ഒന്നും ജീവിതത്തിൽ വളരെ മിനിമത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന സുഹൃത്ത് പറയുന്നത്, എനിക്കെല്ലാമുള്ള ജ്യേഷ്ഠനോട് സഹതാപമാണ്, ജീവിതത്തിൽ അവന് വിജയമില്ലല്ലോ, സുഖമില്ലല്ലോ എന്ന് ആലോചിച്ച്. എന്നാൽ അയാൾ പറയുന്നു അനുജനെ കുറിച്ച്, ഗൾഫിൽ പോയിട്ടും നാട്ടിൽ പോയിട്ടും മെച്ചപ്പെടാത്ത അവനും എൻ്റെ കാര്യത്തിൽ ചെറിയൊരു വിഷമമാണെന്നാണ് പറയുന്നത്. ഏതാണ് ശരി? യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് വിജയം? എന്താണ് വിജയത്തിലേക്കുള്ള മാർഗം? എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം? ഒരു ചെറിയ തിരിച്ചറിയാൻ ശ്രമിക്കൽ, നിങ്ങളുടെ പ്രായത്തിലും സാഹചര്യത്തിലും നിന്നുകൊണ്ടുള്ള ഒരു വലിയ തിരിച്ചറിവ്. സഹോദരങ്ങളെ, ജീവിതം എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ ആസ്വാദകരമായതോ സന്തോഷകരമായതോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ പ്രയാസകരം തന്നെയാണ് ജീവിതം. അത് എന്താണ് പ്രയാസം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രയാസം നമുക്കുണ്ടാകും. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, ഒരു വിദ്യാർത്ഥിയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം തന്നെയാണ് പ്രയാസം. നാളെ എന്തു പഠിക്കണം, അടുത്ത പരീക്ഷ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കണം, എൻ്റെ സ്നേഹത്തിൽ പെരുമാറുന്ന അധ്യാപകന്മാർ, വളരെ മോശമായി പെരുമാറുന്ന അധ്യാപകന്മാർ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിന്റെ പ്രകൃതിയും സ്വഭാവവും കൊണ്ട് മാനസിക രോഗം പിടിച്ച ആളുകളുണ്ട്. കുട്ടികളിൽ കോഴ്സ് അവസാനിപ്പിച്ചു പോയ ആളുകളുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്, മാനസിക അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിപ്പിച്ചവരുണ്ട്. അത്ര പ്രയാസമുണ്ടോ? ഒരു 4 കുട്ടികളെയും 10 കുട്ടികളെയും പോറ്റി പോകുന്ന ഒരു കുടുംബനാഥന് എല്ലാവർക്കുമുണ്ട് ജീവിത പ്രയാസം, എല്ലാവർക്കുമുണ്ട്. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, എല്ലാവർക്കുമുണ്ട് ജീവിത ഭാരം. അപ്പോൾ ജീവിതം എന്നത് അത്ര ആശ്വാസകരമായി നടന്നു പോകാൻ പറ്റുന്ന ഒന്നല്ല. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉത്തരവാദിത്തങ്ങളും ടെൻഷനുകളും നിറഞ്ഞ ഒരു പ്രയാണമാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇനി എത്രമേൽ ആഹ്ലാദത്തിലും സന്തോഷത്തിലും 4 മണിക്ക് ഒരു 5 മണിക്ക് ഏകദേശം സൂര്യന്റെ വെയിലുമങ്ങി ചൂടുമങ്ങിയ ഒരു വിശാലമായ ഗ്രൗണ്ടിൽ പന്തെറിഞ്ഞും അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന, സന്തോഷിച്ചും ചിരിച്ചും തിമർത്തു നിൽക്കുന്ന കുട്ടികളെ കളി അവസാനിപ്പിച്ച് അവരിൽ നിന്ന് ഒരുത്തനെ വിളിച്ച് ശാന്തമായി അടുത്തിരുന്ന് ചോദിച്ചാൽ അവനും പറയാനുണ്ട് ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും കഥകൾ എല്ലാവർക്കും ഉണ്ടാവുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു വിജയസ്ഥാനത്ത് എത്തിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം യഥാർത്ഥത്തിൽ. പക്ഷേ നമുക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. കാരണം ഭൗതികമായ രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊക്കെ ക്യാമ്പസുകളിൽ നിങ്ങളുടെ യോഗ്യതയിലും കവിഞ്ഞ കോഴ്സുകളിൽ എത്തിപ്പെട്ട ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ യോഗ്യതയിലും കവിഞ്ഞ കോഴ്സുകളിലാണ് ആളുകൾ എത്തിപ്പെടുന്നത്. പണ്ടൊരാൾക്ക് ഡോക്ടർ പിന്നെ മെഡിസിൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ പണം കൊണ്ട് സാധ്യമാവില്ല, സ്വാധീനം കൊണ്ട് ഒന്നും സാധ്യമാവില്ല. നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള അപൂർവം കുട്ടികൾക്ക് കിട്ടിയിരുന്ന അപൂർവ അവസരം. എന്നാൽ അങ്ങനെയൊന്നും വേണ്ട. ഒരു പിതാവിന് ആഗ്രഹമുണ്ട്, എൻ്റെ മകൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായി വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും. ഇന്നത്തെ കാലത്ത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, വിൽക്കാൻ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് വിജയത്തിന്റെ, ഭൗതികമായ വിജയത്തിന്റെ മാർഗങ്ങളെയും മാനദണ്ഡങ്ങളെയും നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരേണ്ട. കാരണം അതിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ എന്നും ജാഗ്രതയിലാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അധ്യാപകന്മാർ. അവരെന്നും നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുന്നു. അവരെന്നും നിങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെന്നും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ വിജയത്തിന്റെ മാർഗം ഇവിടെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ വിജയത്തിലേക്കുള്ള ഒരു വഴിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, അല്പം ദൂരെ കാണുന്നില്ലെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ലക്ഷ്യം. അതാണ് സഹോദരങ്ങളെ ഏറ്റവും ഒന്നാമത്തത്. ഞാൻ പറഞ്ഞ എന്ത് സാഹചര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞ് സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കാൻ എന്തേ ആവശ്യമുള്ളവരെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒന്ന് മങ്ങിയെങ്കിലും ഒന്ന് കാണാൻ പറ്റണം. രാത്രി പരീക്ഷയ്ക്ക് പഠിച്ചും ക്ഷീണിച്ചും ഒഴിവ് ദിവസം പോലും കിട്ടാതെ
അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ച് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, ജീവിത പ്രയാസത്തിന്റെ ഞെരുക്കങ്ങൾക്കിടയിൽ നിന്ന് ഒന്ന് ദൂരത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ കണ്ടാൽ മതി, ഭയങ്കര സമാധാനം കിട്ടും. ഏതുപോലെ നിങ്ങൾ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയിട്ട് കടലിലെത്തിയിട്ട് അവസാനം കര മനസ്സിലാക്കാത്ത തോണിക്കാരെ പോലെ മനസ്സിലാകണില്ല. എങ്ങോട്ട് നോക്കിയിട്ടും കരക്കണയാളൊരു വഴിയും കാണുന്നില്ല. മാറി മാറി തുടഞ്ഞിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, ആകെ ബുദ്ധിമുട്ടായി കിടക്കണം. ആ സമയത്ത് എന്താണ് അറിയുങ്ങൾ, വളരെ കുഴങ്ങി ഇനിയിപ്പോൾ ഒരു ലക്ഷ്യം മനസ്സിലാക്കാതെ തുഴയാൻ കഴിയൂലാൻ തീരുമാനിച്ചു. എന്തെങ്ങനെ തുഴഞ്ഞിട്ട് ഉള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്നല്ലാതെ ഇനി ഒരു ലക്ഷ്യം കാണട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോണി വരട്ടെ, എന്നിട്ട് അവരോട് ചോദിച്ചു വഴി മനസ്സിലാക്കിയിട്ട് തുഴയാം, കാരണം വെള്ളം പോലും തീർന്നു പോയല്ലോ എന്ന്. ആ സമയത്താണ് എന്ത് ചെയ്യണമെങ്കിൽ കുറച്ചപ്പുറത്ത് കരയിൽ ലൈറ്റ് ഹൗസിൻ്റെ ചെറിയൊരു തിളക്കം, വളരെ ചെറിയൊരു തിളക്കം, ദിശ മനസ്സിലായി, ലക്ഷ്യം മനസ്സിലായി. ആ സമയത്തുണ്ടാകുന്ന ഒരാവേശമുണ്ട്. ഏത് ഒന്ന് തുഴയാൻ. ആ തുഴയാനുള്ള ശക്തി ലഭിച്ചത് വെള്ളം കുടിച്ചിട്ടല്ല, ദാഹം മാറിയിട്ടല്ല. ഇപ്പോൾ തുഴയാനുള്ള ശക്തി ലഭിച്ചത് ഭക്ഷണം കഴിച്ചിട്ടല്ല. ഇപ്പോൾ തുഴയാൻ ശക്തി ലഭിച്ചത് തോണി നിറച്ച് മത്സ്യം കിട്ടിയിട്ടല്ല, മറിച്ച് അതാ കാണുന്നു രക്ഷപ്പെടാനുള്ള ലക്ഷ്യസ്ഥാനം. അതന്നെയാണ് അതിൻ്റെ ആവേശം. അപ്പൊ ലക്ഷ്യം കണ്ടാൽ പിന്നെ കുഴക്കറിയില്ല, ക്ഷീണം അറിയില്ല. ആ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ പരലോകം എന്ന് പറഞ്ഞാൽ. അതാ ലക്ഷ്യം, അതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം ഏതാണെന്ന് ചോദിച്ചാൽ കുറച്ച് ദൂരെ കാണുന്നില്ലെങ്കിലും ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് അത്യധികമായ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എപ്പോഴാ ലക്ഷ്യം കാണുക സഹോദരങ്ങളെ? ഒരിക്കലും ജീവിച്ചിരിക്കുന്ന സമയത്ത് നരകവും സ്വർഗവും കാണാനുള്ള ഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. നബി കണ്ടു, ശരിക്കും സ്വർഗവും നരകവും കണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഒരിക്കൽ രാത്രി വന്ന് മലക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നല്ല മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഇതേതാണെന്നറിയോ? ഇത് നിനക്ക് താമസിക്കാനുള്ള നിനക്കുള്ള ഭവനമാകുന്നു, വീടാകുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടപ്പോൾ നബി കണ്ടല്ലോ, ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടാൽ ഈ ആളുകളെ സ്വഭാവമൊക്കെ മാറുമല്ലോ, അതുകൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു നബി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തത് എന്താ വെച്ചാൽ, ആ സ്വർഗത്തിൽ ഇങ്ങനെ ആടി ഉലയുന്ന പഴങ്ങളിൽ നിന്ന് ഒന്ന് പറിക്കാൻ നബി സാസം മുന്നോട്ട് നടന്നു. അതാണ് നബി സാസം നിസ്കാരത്തിന് കുറച്ച് മുന്നോട്ട് നീങ്ങിയത്. നിസ്കരിക്കുമ്പോഴാണ് ഇത് കണ്ടത്, കുറച്ച് മുന്നോട്ട് പോയി ഒരു പഴം പറിച്ച് കാണിച്ചു കൊടുക്കാൻ. നബിക്കതിൻ്റെ പഴം കാണുന്ന പോലെ, കയ്യിൽ കിട്ടുന്ന പോലെ തോന്നി. അവിടെ നബി മുന്നോട്ട് നടന്നത്. സഹോദരങ്ങളെ, കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും നമുക്കത് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റുന്ന നിങ്ങൾ ശരിക്കും അമാനുഷികമായ അത്ഭുതകരമായ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ അതിലെവിടെവിടങ്ങളിലായിക്കൊണ്ട് ചെറിയ ചെറിയ മിന്നലുകൾ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ നേരിയ തെളിച്ചങ്ങൾ നമ്മളിങ്ങനെ കാണും. എന്തൊരു സുഖീകരണം നിങ്ങൾ! ആ സുഖമാണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ സുഖമാണ് നിങ്ങൾക്ക് CREയുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നത്, ഇക്ര മോറൽ സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങളുടെ ക്യാമ്പസുകളിൽ അപ്പപ്പോഴായി തിരക്കുകളിൽ പലപ്പോഴും സുഹൃത്തുക്കളുടെ എതിർപ്പുകളും വിഷമങ്ങളും അധ്യാപകന്മാരുടെയും മാനേജ്മെന്റിന്റെയും ചെറിയ പ്രതിഷേധങ്ങളും വകവെക്കാതെ ക്യാമ്പസിന്റെ എവിടെയോ പലരുടെയും അതൃപ്തിയെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ കൂടിയിരിക്കുന്ന 10-15 ആളോ കൂടിയിരുന്ന് കേൾക്കുന്ന ഒരു ക്ലാസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിന് നൽകുന്നത് ആ ലക്ഷ്യത്തെ കാണുന്നതിൻ്റെ സന്തോഷമാണ്. അതൊരു വല്ലാത്ത ആഹ്ലാദമാണ്. അതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. സാധാരണ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ഖുർആന്റെ ചില തുടക്ക ഭാഗങ്ങളിൽ ചില കേവലാക്ഷരങ്ങളുണ്ട്. അലിഫ് ലാം മീം ത്വാസീം മീം ഹാം മീം യാസീൻ അലിഫ് ലാം മീം കാഫ് യാ ഐൻ സ്വാദ്. ഇങ്ങനെ ചില കേവലാക്ഷരങ്ങളുണ്ട് ഖുർആന്റെ തുടക്കത്തിൽ. എന്തിനാണ് ഈ അക്ഷരങ്ങൾ? എന്താണ് ഈ അക്ഷരത്തിന്റെ ലക്ഷ്യം? ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തിട്ട്. അപ്പൊ അതിലൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞ എന്താ നിങ്ങൾ, അതായത് സാധാരണഗതിയിൽ മുശ്രിക്കീങ്ങൾക്ക് ഒരു പേടിയുണ്ട്, ഖുർആനേറ്റ ആൾക്കാർ കേട്ടാൽ അവരുടെ മനസ്സ് മാറുമെന്ന്. ഖുർആൻ കേട്ടാൽ ആൾക്കാരെ മനസ്സ് മാറുമോ എന്നൊരു ബേജാറുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് വെച്ചാൽ ഖുർആൻ ഓതുന്ന സമയത്ത് ബഹളങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കേൾക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കും. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ആരംഭങ്ങളിൽ കൊടുത്ത കേവലാക്ഷരങ്ങൾ, ആ കേവലാക്ഷരങ്ങൾ ശരിക്കും ഇങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മനോഹാരിത, അർത്ഥങ്ങളില്ലാതെ കൂട്ടിയോജിപ്പിക്കപ്പെട്ട വാക്കുകൾക്ക് പോലും അങ്ങേയറ്റത്തെ ആകർഷണീയത. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരാൾ എന്നാ ബാക്കിയും കൂടിയും കേൾക്കാന്ന് വിചാരിക്കും.
അത്ര മനോഹരമാണ് ആ ശബ്ദങ്ങൾ. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ അർത്ഥമില്ലാത്ത അക്ഷരങ്ങൾക്ക് പോലും അതിശക്തമായ ഭംഗിയുണ്ടെന്നാണ് ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. മനോഹാരിതയും വളരെ ശക്തമാണ്. അതുകൊണ്ട് ആ ഖുർആനിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം കാണാം. ഇപ്പം എനിക്ക് പറയാനുള്ളത് പഠിക്കുമ്പോൾ മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര വലിയ തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്താ നിങ്ങൾ അസ്വസ്ഥത തോന്നുമ്പോൾ, ജീവിതത്തിൽ എന്തോ ഒരു മടുപ്പ് തോന്നുമ്പോൾ, ഒരു ചെറിയ ശൂന്യത തോന്നുമ്പോൾ ഉടനെ നാം ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യമില്ല, ഞാനൊരു ഖുർആനൊരു ഉത്ബോധനം കേട്ടിട്ട് കുറേ നാളായല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അറബി കുത്തുപാടങ്ങളുടെ പള്ളിയിലാണ് കയറിയത്. അപ്പം അടുത്ത ദിവസം ഒന്നും ഒരു ക്ലാസ് കേട്ടില്ല, ഒരു CD കേട്ടിട്ടില്ല. അതായിരിക്കാം നമ്മുടെ അസ്വസ്ഥതയുടെ ഒന്നാമത്തെ കാരണം. ഞാനത് വെറുതെ പറയല്ല, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ്. ഒരു വെള്ളിയാഴ്ച വിശുദ്ധ ഖുർആൻ എന്നൊരു ഉത്ബോധനം നമുക്ക് കിട്ടുന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുത്താൽ നാം കാണുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. മുഷിപ്പ് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനിടയിൽ കുറച്ചപ്പുറത്ത് നമുക്ക് പോകാനുള്ള ലക്ഷ്യം കാണുമ്പോൾ കുഴക്കാൻ മാറും. അത് വെള്ളം കുടിച്ചിട്ടല്ല, വിശപ്പ് മാറിയിട്ടല്ല, പക്ഷേ ലക്ഷ്യം കാണുമ്പോഴുള്ള ആവേശം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മടുപ്പുകളും നീക്കിക്കളയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വിജയത്തിലേക്കുള്ള വഴി, ജീവിതത്തിൻ്റെ ഭാരം കുറക്കാൻ, സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് പരലോകം. ഒരു സംശയം ഉണ്ടാവുക, എന്താ പറയുക, എപ്പോഴും നമുക്ക് പരലോകത്തെക്കുറിച്ച് സംശയങ്ങളേ വരുള്ളൂ. കാരണം ഈ പരലോകത്തെ വിസ്മരിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇടയിൽ നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഇപ്പോൾ ഇത് വിശ്വസിക്കുന്നുള്ളൂ, ബാക്കി ആൾക്കാരൊന്നും വിശ്വസിക്കും, അവരെ ഇടയിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ നമുക്കിത് ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന TV തുറന്നാലും പത്രം തുറന്നാലും എന്ത് തുറന്നാലും ഒരുപക്ഷെ മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും നമുക്ക് കേൾക്കുക സാധ്യമല്ല. അപ്പം അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ശരിക്കും നമ്മൾ തെരഞ്ഞു പിടിച്ച് എവിടെയെങ്കിലും മെനക്കെട്ട് ചെന്ന് കേട്ടാൽ തന്നെ ഉള്ളൂ നമ്മുടെ മനസ്സിക്ക് ഇത് വരുള്ളൂ. അതുകൊണ്ട് അത്തരം ഒരു അവസരത്തെ, സാഹചര്യത്തെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും ഒരു അവസരം, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ക്യാമ്പസിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പങ്കെടുക്കുന്ന ജുമാ ഖുത്ബകളിലോ ക്ലാസ്സുകളിലോ എവിടെയെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് നമ്മുടെ ഈ മുഷിഞ്ഞ ഭാരമേറിയ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം കാണാൻ ഒരവസരം നിങ്ങൾ സൃഷ്ടിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ജീവിതം, ഞാൻ പറഞ്ഞല്ലോ, വളരെ ബുദ്ധിമുട്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ജീവിതത്തിൻ്റെ വഴി, നാം സഞ്ചരിക്കുന്ന വഴി ശരിയായ വഴിയാണെന്ന് ഉറപ്പ് വേണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. വഴിയാണെന്ന് ഉറപ്പ് വേണം, അപ്പം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആലോചിക്കുക, നിങ്ങൾ നല്ലൊരു വാഹനത്തിൽ നല്ല വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ പോകുമ്പോൾ കൂടുന്ന ഒരാൾ പറഞ്ഞു, എന്ത് അല്ല, നമ്മൾ റൂട്ട് തെറ്റിയോ, റോഡ് മാറിയോ, ഇതല്ലല്ലോ നമ്മുടെ വഴി എന്നൊരാൾ സംശയം പറഞ്ഞാൽ എന്തികരവസ്ഥ, പിന്നെ പോകാൻ തോന്നും. അവന് കൂടല്ലോ ഒന്നായിട്ട് പറയും, നമുക്ക് ഇനി നിർത്തി വഴി ചോദിച്ചിട്ട് പോകാന്നാ പറയാം, അല്ലേ? ഇനി നമ്മൾ പോണ്ട, ഇനി നമ്മൾ 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ തിരിച്ചു പോരണ്ടേ, നമുക്ക് ചോദിച്ച് ഉറപ്പാക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത്, നമുക്കിതൊക്കെ ഈ ദീൻ, നാം വിശ്വസിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, ഇതിൽ സംശയമില്ല. ഈ നിസ്കാരം കൊണ്ടൊക്കെ എനിക്ക് പ്രയോജനമുണ്ട്, നിസ്കരിക്കാൻ പറഞ്ഞ തന്നെയാണ്. ഈ പരലോകവും സ്വർഗവും നരകമൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ ഇന്ന് ജീവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ഉറച്ച ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മുടെ വിഷൻ, MSMന്റെ വിഷനിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഇന്നലെ എന്നെ വിളിച്ചു, ഇന്നലെ വൈകുന്നേരം. അപ്പോൾ ഒരു വിഷനിൽ പങ്കെടുത്ത ആളാണ്, ഒരു സംശയം ചോദിക്കാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്തായിരുന്നു ആ സംശയം? ആ പെൺകുട്ടി പറഞ്ഞ സംശയം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നതിൻ്റെ ആ ഒരാഴം നമ്മൾ മനസ്സിലാക്കിയാൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ പറയാണ്, ആ കുട്ടി പറയാണ്, എൻ്റെ കുടുംബത്തിൽ ആരും പർദ്ദ ഉപയോഗിക്കില്ല, എൻ്റെ കോളേജിലും ആരും പർദ്ദ ഉപയോഗിക്കില്ല, പക്ഷെ ഞാൻ പർദ്ദ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് വിമർശനം, അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് വിമർശനങ്ങളാണ്, പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണ് കരഞ്ഞു, ഭയങ്കര കരച്ചിൽ. ഞാൻ എന്തു ചെയ്യും, എനിക്ക് അങ്ങനെ ഇത് ഇടാൻ പറ്റാതെ വന്നാൽ എന്താകും പ്രശ്നം, എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വേറെ എന്ത് വേഷമാണ് നീ സാധാരണ ധരിക്കാറുള്ളത്? പറഞ്ഞു, ചുരിദാർ. അപ്പം ഞാൻ പറഞ്ഞു,
ഒരു സ്ത്രീയുടെ വേഷം എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കാൻ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, വസ്ത്രം ദേഹത്ത് ഒട്ടിച്ചേർന്നതാവരുത്. ഒരു ബോഡി ഷേപ്പ് കാണുന്ന രൂപത്തിൽ ദേഹത്ത് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഒരിക്കലും കയ്യിൻ്റെയോ കാലിൻ്റെയോ ശരീരത്തിൻ്റെയോ ആകാരങ്ങൾ മനസ്സിലാകുന്ന വസ്ത്രം. അപ്പോൾ വസ്ത്രം ദേഹത്തിൽ നിന്നും മാറി നിൽക്കണം, അയഞ്ഞു നിൽക്കണം, വിശാലമായി നിൽക്കണം. ഇതാണ് ഒന്ന്. അങ്ങനെയാണോ നിന്റെ വസ്ത്രം, അതേ നോക്കേണ്ടതുള്ളൂ. നീ ധരിച്ചത് എന്ത് എന്നുള്ളത് പ്രശ്നമല്ല. ചിലപ്പോൾ പർദ്ദ ധരിച്ച സഹോദരിമാരില്ലേ, മറ്റു വസ്ത്രത്തെക്കാളും വിരൂപമായ വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുണ്ടായിരിക്കുക. അത് ഏറ്റവും വൃത്തികെട്ട പർദ്ദ. ഒരു പക്ഷേ പർദ്ദയോട് പോലും നമുക്ക് വെറുപ്പ് തോന്നുന്ന പർദ്ദകൾ ധരിച്ചവരില്ലേ, കൂട്ടത്തിൽ ഉണ്ടാകാമല്ലോ. അങ്ങനെ സംഭവിക്കും. അപ്പം പറഞ്ഞു അഴഞ്ഞ വസ്ത്രം. രണ്ടാമത്തത് സുതാര്യമായിക്കൂടി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ് നോക്കുമ്പോൾ ഉള്ളിലുള്ള ഭാഗങ്ങളും ഉൾവസ്ത്രങ്ങളും കാണുന്ന രൂപത്തിൽ നേരിയ വസ്ത്രമാവാൻ പാടില്ല. രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന ഫുൾ സ്ലീവ് ആണെന്ന് പറയും, പക്ഷെ മുഴുവൻ ഉണ്ടാവില്ല. ഇവിടെ എത്തുമ്പോൾ അവസാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറ്റൂ? അങ്ങനെ പറ്റൂല. എല്ലാം കഴുത്തും മറഞ്ഞോ ഇല്ല, മുഴുവനായിട്ട് മറിഞ്ഞിട്ടില്ല, ആ രൂപത്തിലുള്ള വസ്ത്രവും പാടില്ല. ഈ 3 നിബന്ധനകൾക്ക് അപ്പുറത്തുള്ള ഏത് വസ്ത്രവും ധരിക്കാം. ഒരു പക്ഷേ പർദ്ദയെക്കാളും നല്ല വസ്ത്രങ്ങളായിരിക്കും ഒരു പക്ഷേ അത്. അതുകൊണ്ട് പർദ്ദ അത്ര വലിയ പ്രതിഷേധവും പ്രശ്നമാണെങ്കിൽ അതെന്നെ വലിയ സമരം ചെയ്തുകൊണ്ട് ധരിക്കണമെന്നില്ല. എന്നാലോ നിനക്ക് സാധിക്കുമെങ്കിൽ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് പർദ്ദ തന്നെയാണ്. കാരണം മറ്റു വസ്ത്രങ്ങളിലൊക്കെ ചിലപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു അശ്രദ്ധ വന്നാൽ പ്രശ്നങ്ങളാവും. ചെറിയൊരു അശ്രദ്ധ വന്നാൽ പ്രശ്നങ്ങൾ. പക്ഷെ പർദ്ദയുടെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ പൂർണ്ണമായും അടിവരെ നിൽക്കുന്നത് കൊണ്ട് ദേഹത്തിന് എവിടുന്നെങ്കിലും വസ്ത്രം നീങ്ങുകയോ ശരീരഭാഗങ്ങൾ വെളിവാവുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഫ്രീ ആണ്. ശരീരത്തെക്കുറിച്ചൊരു ആശങ്കയില്ലാതെ എയിലും സഞ്ചരിക്കാൻ ഒരു ധൈര്യം കിട്ടും. നല്ലത് അതന്നെ. പക്ഷേ അതിൻ്റെ പേരിൽ കുടുംബവും നാട്ടുകാരും മുഴുവൻ എതിരാകുന്ന ഒരവസ്ഥയിൽ പിടിച്ചു നിൽക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു സമാശ്വസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ക്യാമ്പിൽ നിന്ന്, ഒരു ക്ലാസ്സിൽ നിന്ന് എടുത്ത ആ ഒരു മാനസിക ശക്തി എത്രയാണ്, ആ ഒരു മാറ്റം എത്രയാണ്. കാരണം അതാണ് ശരി. അപ്പൊ അതിൽ ചെറിയ മാറ്റം വരുത്തുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എത്രയാണ് ആ സത്യത്തെക്കുറിച്ചുള്ള ബോധം. എന്റെ വഴി ശരിയാണ്, ഇത് മാത്രമേ ശരിയുള്ളൂ, ഈ ശരിക്കെതിരെ ആരെന്തു പറഞ്ഞാലും ഇത് തന്നെ ശരി. അപ്പൊ സംശയമല്ല, നമ്മൾ റൂട്ട് തെറ്റിയോ എന്ന് ഒരാൾ ചോദിച്ചാൽ റൂട്ട് തെറ്റിയിട്ടില്ല. റൂട്ടൊക്കെ ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നേരായ ഒരു വഴി. ആ വഴിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വേറെ ഏത് വഴി ചൂണ്ടി ഇതിലെയല്ലേ പോകേണ്ടത്, അതിലെയല്ലേ പോകേണ്ടതെന്ന് ആര് ചോദിച്ചാൽ നിങ്ങൾ വഴങ്ങരുത്. നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. അതുമൂലം നിങ്ങളുടെ വഴി തെറ്റിപ്പോകും, പിശാചിന്റെ വഴിയിൽ പ്രവേശിക്കും, നരകത്തിലേക്ക് പോകും. അപ്പോൾ ഒന്ന് ലക്ഷ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണണം കേട്ടോ. രണ്ടാമത്തത് പോണ റൂട്ട് ഉറപ്പ് വരുത്തണം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ചോദിച്ചു മനസ്സിലാക്കി ദൂരീകരിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള ഏറ്റവും വലിയ വഴി എന്താണ് സഹോദരങ്ങളെ? അതിനുള്ള വഴികളെയും സാഹചര്യങ്ങളെയും അന്വേഷിക്കണം. ഒരിക്കലും നബിന്റെ കാലത്താണ് ഒരു സംഭവം. ഒരാൾ വന്നിട്ട് ദീനിനെക്കുറിച്ച് അറിയുന്ന ഒരു കൂട്ടം സഹാബത്തിനോട് വന്നിട്ട് ചോദിച്ചു, എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ട് കുളിക്കാൻ പറ്റൂല, പക്ഷെ ഞാൻ വലിയ അശുദ്ധി പിടിപെട്ട ആളാണ്, എനിക്ക് കുളിക്കാതിരിക്കാൻ പറ്റൂല, നിസ്കരിക്കണേ കുളിക്കണം. അപ്പോൾ കുളിച്ചാൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുക ചോദിച്ചു. കുളിച്ചേ പറ്റൂ. അവർ ഫത്വ കൊടുത്തു, കുളിച്ചേ പറ്റൂ, കുളിക്കണം, കുളിക്കാതെ വലിയ അശുദ്ധിയിലാക്കി നിസ്കരിക്കാൻ പറ്റൂല. അയാൾ കുളിച്ചു. അയാൾ മരിച്ചു. കാരണം ആ കുളി അത്രയും അയാൾക്ക് അപകടം സൃഷ്ടിച്ചു. അപ്പം നബിൻ്റെ അടുത്ത് ഈ കംപ്ലൈൻ്റ് എത്തി. അപ്പം നബി സാസ്മൈന് പറയുകയാണ്, നിങ്ങൾ അയാളെ കൊന്നു എന്നാ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, അറിവില്ലായ്മയ്ക്കുള്ള, അതായത് ഇത്തരം പിഴച്ച കാര്യങ്ങളിലേക്കൊന്നും രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കലാണ്, ചോദിക്കണം. നമുക്ക് കിട്ടിയ വിവരം എന്തെങ്കിലും സംശയം തോന്നുമെങ്കിൽ വേറെ ഒരാളോട് നമ്മൾ ചോദിക്കണം. ചോദിക്കാതെ നമുക്കറിയുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ അന്വേഷിക്കണം. അജ്ഞതയിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യം ചോദ്യമാണ്. നമുക്ക് വിശ്വാസമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട്
നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെയും വിജയത്തോടുകൂടെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നാം ജീവിക്കുന്ന, നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. അതിനെന്താ മാർഗം? നമ്മൾ അത് ശരിക്കും അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഞാൻ ഈ റമദാനിൽ ഒരു ദിവസം ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഉടനെ എനിക്ക് ബസ്സുണ്ട് ഒരു നാട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങാടി നിന്ന് ഉടനെ ബസ് സ്റ്റാൻഡിലേക്ക് ഓടുകയാണ്. ഞാൻ ലോഹർക്കുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, എനിക്കൊരു സംശയം, അത് തീർത്തിട്ട് എങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം ബസ് നഷ്ടപ്പെട്ടാലും അയാളെ സംശയം തീർക്കാൻ വെച്ചു. അപ്പോൾ അയാൾ ചോദിച്ചതിനോട് എന്താ വെച്ചാൽ, കുറേ കാലമായിട്ട് മനസ്സിലുള്ള സംശയമാണ്. അപ്പോൾ ഇന്ന് നിസ്കരിക്കാൻ അവിടെ പള്ളിക്ക് നിൽക്കുമ്പോഴും എനിക്ക് ആ സംശയമാണ്. അപ്പോൾ എന്താ സംശയം എന്ന് വെച്ചാൽ, അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ല ശരിക്കും അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? എന്താ ഹദീസ്? അതായത് ഗർഭപാത്രത്തിൽ വെച്ച് തീരുമാനിക്കുന്നു ഷഖീ ആരാണ്, സഈദ് ഏതാണ്, നല്ലവൻ ആരാണ്, ചീത്ത ആളാരാണ് എന്നൊക്കെ തീരുമാനിക്കുന്നല്ലേ. അപ്പം അങ്ങനെ തീരുമാനിക്കുമെങ്കിൽ നമ്മളിപ്പോൾ എത്ര നല്ല ആളായി മുന്നോട്ട് പോയാലും ആ വിധിയല്ലേ നമ്മളിൽ നടപ്പാകൂ? അതല്ലേ ഇനി നടപ്പാവുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമുള്ളത് എന്നവൻ ചോദിച്ചു. അപ്പം ഞാനെന്താ വെച്ചാൽ, എൻ്റെ മൊബൈലിൽ ഇമാം നവവീൻ്റെ 40 ഹദീസുകളുണ്ട്. ആ 40 ഹദീസുകളുടെ അറബി മൂലവും ഇംഗ്ലീഷിലെ പരിഭാഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 3-ാമത്തെ ഹദീസാണ്. അപ്പോൾ ഞാൻ ആ ഹദീസിൻ്റെ പൂർണ്ണ രൂപം ആ സുഹൃത്തിന് കാണിച്ചു കൊടുത്തു. പൂർണ്ണ രൂപം ആ സുഹൃത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു, മുഴുവനായിട്ട് 3-ാമത്തെ ഹദീസിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ അത് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഞാൻ വായിച്ചു കൊടുത്തു. ഒന്ന്, അതെന്തൊക്കെ അവൻ്റെ അമല് നിർണ്ണയിക്കും, അവൻ്റെ റിസ്ക് കണക്കിലാക്കും, ഭക്ഷണം നിശ്ചയിക്കും, അവൻ്റെ അജല് തീരുമാനിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ അവധി ഇപ്പോഴാ മരിക്കാൻ തീരുമാനിക്കും, പിന്നെന്താണ് അവൻ ഷഖീയാണോ സഈദാണോ എന്ന് തീരുമാനിക്കും, സൗഭാഗ്യവാനോ ദൗർഭാഗ്യവാനോ എന്നോ തീരുമാനിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, അപ്പോൾ നമ്മുടെ അജല് തീരുമാനിച്ചുവല്ലോ. അജല് പറഞ്ഞാൽ എന്താ? അവധി തീരുമാനിച്ചു. അപ്പോൾ ട്രെയിനിൻ്റെ സൈറൻ ഇങ്ങനെ കേൾക്കുമ്പോൾ, മുഴക്കങ്ങനെ കേൾക്കുമ്പോൾ റെയിൽ പാളത്തിൽ കൈകെട്ടി മലന്നാണ് കിടക്കന്നെ. 2 പാളത്തിനെയും വിലങ്ങനെയാണ് കിടന്നാൽ ധൈര്യമായിട്ട് കിടന്നൂടെ? കാരണം അവധി ഗർഭപാത്രത്തിൽ തീരുമാനിച്ചതാണല്ലോ, അതല്ലേ നടപ്പിലാവും. ഒന്ന് പരീക്ഷിച്ചാലോ പറ്റൂ? തീരുമാനമല്ലേ നടപ്പിലാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവന്റെ കാര്യത്തിൽ ഒരു ആശങ്ക നമുക്ക് വേണ്ട. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വാഹനം വന്ന് തട്ടുന്നോ, അല്ലെങ്കിൽ അവർ പനി പിടിക്കുമ്പോഴേക്കിന് മരിച്ചു പോകുന്നു ചിന്തിക്കേണ്ട. കാരണം അവധി എത്തുമ്പോൾ മാത്രമേ സംഭവിക്കൂ എന്നാണ്. അതേമാതിരി റിസ്ക് അല്ല കണക്കാക്കി, എത്രയേ നമ്മുടെ ഉപജീവനം, ഭക്ഷണം അല്ല കണക്കാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതും ഇവിടെ നടക്കുമല്ലോ. നമ്മളാരും അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ബുദ്ധിമുട്ടി പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാകേണ്ട ഒരു പ്രശ്നം അതിൽ ഉത്ഭവിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു 4 കാര്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ 3-ണത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുകയും 1-നെക്കുറിച്ച് മാത്രം ആശങ്കപ്പെടേണ്ട. അതിപ്പോൾ നമ്മൾ നിസ്കരിച്ചോളം നോമ്പൊലിക്കണമെന്നില്ല. കാരണം സ്വർഗത്തേക്കാണെങ്കിൽ സ്വർഗത്തേക്കാണ് എത്തും, നരകത്തേക്കാണെങ്കിൽ നരകത്തേക്കാണ് എത്തും. നമ്മളിപ്പോൾ എന്താ ചെയ്യണു എന്ന് അതിൽ മാത്രം എന്തേ ചോദിക്കാൻ? ബാക്കിയുള്ളതിലും അങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ, ഇതിന് മാത്രം ചോദിക്കാൻ എന്തേ? അപ്പം അവിടെ നമുക്കറിയില്ല എന്തു നിശ്ചയിച്ചു എന്ന്. എൻ്റെ മരണം എപ്പോഴെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കാനും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാക്കാനും പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ എൻ്റെ കാര്യം സംഭവിച്ചു പോകുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് എല്ലാ ആളുകളോടും സന്മാർഗത്തെ കണ്ടെത്താനും അതുപ്രകാരം ജീവിക്കാനും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ വഴിക്ക് നീങ്ങാൻ ശ്രമിക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. മമാ അനബിൽ അബീദ്, ഒരടിമയോട് ഞാനൊരു അനീതിയും ചെയ്യൂല എന്ന് അള്ളാഹു നമുക്ക് ഉറപ്പ് വന്നതാണ്. മമയ്യാമൽ മിസ്കാല ദർറ, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കിട്ടും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അത് കിട്ടും. പിന്നെ ഇതിനെ ബേജാറാണ്, നമ്മൾ ആശങ്കപ്പെട്ടൊരു ആവശ്യമില്ല. ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം കണ്ടപ്പോൾ തന്നെ അവൻ്റെ സംശയം തീർന്നു. അവൻ പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും കൂടി ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ നിസ്കരിച്ചൊരു കാര്യമുണ്ടോ? കാരണം പടച്ചോ ഞാൻ നരകത്തിൽ പോകാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഈ പരിപാടിയൊക്കെ വെറുതെ ആവൂലേ ഇതിൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. ഒരു സംശയമാണ് ഇപ്പോൾ അത്. ആ സംശയം തീരാൻ ഒരു മിനിറ്റേ സംശയം തീരാൻ വേണ്ടുള്ളൂ. ആ സംശയം തീർന്നില്ലെങ്കിലോ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രയാണങ്ങളെയും വിജയത്തെയും അത് ബാധിക്കും. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് വേണം. അപ്പം എല്ലാവരും പള്ളിക്ക് ഇങ്ങനെ ജമാഅത്ത് ഇതിൻ്റെ സമയമായോ എന്ന് പറഞ്ഞ് ക്യാമ്പസിൽ നിന്ന് പള്ളിക്ക് ഓടുമ്പോൾ നമ്മൾ നിഷ്ക്രിയമായി ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇതുകൊണ്ടൊക്കെ വലിയൊരു കാര്യം ഉണ്ടാകുമെന്ന് ഉറപ്പാകാത്ത പ്രശ്നമാണ്. മനസ്സിലായി? അതൊരു ഉറപ്പാവുക എന്നുള്ളൊരു പ്രശ്നമല്ലോ. നമ്മുടെ മനസ്സിൽ അതൊന്ന് ഉറപ്പാവേണ്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പല ആൾക്കാരും നമുക്ക് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ കാര്യം, നമുക്ക് വിജയത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒന്ന്, ലക്ഷ്യം ഇടക്കിടക്ക് കാണണം. അതിനെന്താ മാർഗം? മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ വെളിച്ചം അത് പകർന്നു നൽകുന്നത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആന്റെ ഉത്ബോധനങ്ങളില്ലാതെ മനുഷ്യന്
ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. രണ്ടാമത് ഞാൻ പറഞ്ഞു, പോകുന്ന വഴി ഇങ്ങനെ പോകുമ്പോൾ ഇതന്നെയാണോ നമ്മളെ റൂട്ട് എന്ന് ഒരാൾ ചോദിച്ചാൽ സംശയം വരും. ആ സംശയമില്ലാത്ത വിധം നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. അപ്പം എന്താ സംശയം? എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, മനസ്സിലായി? ആ സംശയങ്ങൾ നീങ്ങാതെ ഒന്നുമില്ല. ഞാൻ ചില രക്ഷിതാക്കന്മാർ പറയും, എന്താണ് ഞാൻ എൻ്റെ കുട്ടിനെ വളർത്തിയത്, ഒരു വക്ത് നിസ്കാരം അവൻ ഒഴിവാക്കാൻ സംഭവിച്ചിട്ടില്ല, അവനെ മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചു, അതിന് പുറമെ ട്യൂഷൻ ആളെ വെച്ചു. പക്ഷെ എന്നാലുണ്ടല്ലോ അവൻ്റെ ഇഷ്ടപ്രകാരം ഒരു വക്ത് സ്വയം ഒന്നുപെടുത്ത് ആരും ഓർമ്മപ്പെടാതെ ഒന്ന് നിസ്കരിച്ച് കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. രക്ഷിതാക്കന്മാർ കുട്ടികളെ പറ്റി പറഞ്ഞതാണ്. അവൻ സ്വയം താല്പര്യമെടുത്ത് ഒന്ന് നിസ്കരിച്ച് കാണാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അത് അവനവൻ ഉൾക്കൊള്ളാതെ ആരതിനു വേണ്ടി അവസ്ഥകളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്താലും പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നാം ജീവിക്കുന്ന ഈ മാർഗം സത്യമാണെന്ന് 100% നമുക്ക് ബോധ്യപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രയാസമല്ല. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ജീവിതം എന്ന് പറഞ്ഞാൽ തികച്ചും യാദൃച്ഛികതകൾ നിറഞ്ഞതാണ് ജീവിതം. ഇന്നലെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികൾ ബോർഡിൽ ഇങ്ങനെ ഇന്നത്തെ വാചകം കലിമത്തുൽ യൗം എന്ന് പറഞ്ഞ് എഴുതി വെക്കും, അല്ലേ? അതിൽ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു അനാഥ പെൺകുട്ടി അവൾ എഴുതി വെച്ചിരിക്കുകയാണ്. അവളുടെ പേര് എഴുതിയിട്ട് അവളൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അവൾ എഴുതി വെച്ച വാചകം എന്ന് ചോദിച്ചാൽ, അവൾ എഴുതി വെച്ചിരിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ജീവിതത്തിൽ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, പക്ഷേ പുലരുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, പുലരുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കണമെങ്കിൽ പ്രതീക്ഷകൾ വേണം. പക്ഷെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ആലോചിക്കണം, എന്താണ് അത്, എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചത് നടക്കുമെന്ന് വിചാരിക്കരുതേ എന്ന്. മനസ്സിലായി? അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ തന്നെ സ്വപ്നം കാണുക, പക്ഷേ അഥവാ പുലർന്നില്ലെങ്കിൽ ദുഃഖിക്കാതിരിക്കുക. നമ്മൾ പുലരൂലാന്ന് വിചാരിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നതിൽ ഒരു രസമല്ലല്ലോ. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന തന്നെയാണ് വിചാരിക്കേണ്ടത്. പക്ഷെ ഒരിക്കലും എന്താണ്, അഥവാ സാക്ഷാത്കരിക്കാതെ പോയാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുമാറുള്ള വിഷമവും ദുഃഖവും ഉണ്ടാകരുതെന്ന് മാത്രം. സത്യത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ സംഭവിക്കുകയാണ്, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുകയാണ്. എന്താ ചെയ്യുക? മരണങ്ങൾ, അപകടങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. നമ്മൾക്കൊന്നും ആഗ്രഹമില്ല അങ്ങനെ ആവാൻ, പക്ഷെ അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കണം. എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മാത്രം വിചാരിച്ചാൽ ജീവിതം മുന്നോട്ട് പോവില്ല, മുന്നോട്ട് പോവില്ല. ഞാൻ പറഞ്ഞൊരു സാധാരണ യാത്ര എടുക്കുക. നിങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് വരെ നമ്മളൊരു വാഹനം എടുത്ത് പോകാൻ വിചാരിച്ചാൽ പെട്രോളുണ്ട്, വണ്ടിയൊക്കെ കണ്ടീഷനാണ്, നല്ല ഡ്രൈവറുണ്ട്, ഒക്കെ ഉണ്ട്, വഴിയൊക്കെ അറിയാം. എന്താ, എന്തോ ഒരു അപകടം ഉണ്ടായി, ഒരു ലോറി മറിഞ്ഞ് ആ റോഡിലൊരു ബ്ലോക്ക് ഉണ്ടായാൽ മതി, നമ്മൾ വിചാരിച്ച സമയത്തും സ്ഥലത്തും ഒന്നും എത്തിക്കോളുന്നില്ല, അല്ലേ? അത് നമ്മുടെ കണക്കൂട്ടലിൽപ്പെട്ട കാര്യമല്ലേ? ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് നാം വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതിനെന്താ മാർഗം? എന്തേ മാർഗമുള്ളൂ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ. ജീവിതത്തിൻ്റെ എന്തു കാര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തരാൻ പറ്റുന്ന ഒരാൾ പടച്ചോനാണ്. പടച്ചോൻ അള്ളാഹു എന്ത് കാര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തരും, അതിന് അവന് പറ്റും. അതുകൊണ്ട് എന്താ നിങ്ങൾ ഏതൊരു സന്ദർഭത്തിലും ഒരു ഫോൺ ഡയൽ ചെയ്യുമ്പോൾ പോലും നമ്മളെ ഫോണിൽ റീചാർജ് ചെയ്ത പൈസ ബാക്കിയുണ്ടെങ്കിലും നമ്പർ സാധാരണ വിളിക്കാറുള്ള കോണ്ടാക്ട്സിൽ നിന്ന് എടുത്ത നമ്പറാണ്, നമ്പർ ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കാൻ ആരുടെ ഒരു തൗഫീക്ക് വേണം? അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് വേണം. അവൻ്റെ സഹായങ്ങളില്ലാത്ത ഒരു കാര്യവും ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇക്കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എപ്പോൾ? കാര്യകാരണ ബന്ധങ്ങൾ മുഴുവനും പ്രതികൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ബദർ. വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇവിടുത്തേതിൻ്റെ 3 ഇരട്ടി സൈന്യം അപ്പുറത്ത്, ഇവിടുത്തേതിനേക്കാളും വാഹനങ്ങൾ അപ്പുറത്ത്, ഇവിടത്തേനേക്കാളും സൗകര്യങ്ങൾ അപ്പുറത്ത്, ഇതിനേക്കാളും വീരശൂര പരാക്രമികൾ അപ്പുറത്ത്. അതുകൊണ്ട് ഭൗതികമായ വിലയിരുത്തലുകളിൽ, കാര്യകാരണ ബന്ധങ്ങളിൽ മുസ്ലിങ്ങൾ തോൽക്കും, മുശ്രിക്കീങ്ങൾ ജയിക്കും. പക്ഷേ അള്ളാഹു നബിക്ക് ധൈര്യം നൽകിയത് എങ്ങനെയാണ് അറിയുന്നത്? കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല,
പിന്നെ എങ്ങനെയാണ്? ഒരു പിടി മണ്ണ് വാരാൻ വേണ്ടി പറഞ്ഞു. ഒരു പിടി മണ്ണ്, ആ മണ്ണിന് വാരിയിട്ട് ശത്രുക്കൾക്ക് നേരെ എറിഞ്ഞു. ഖുർആനാണ് ഈ പറയണത്. മണ്ണ് വാരിണ്ട് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചറിയങ്ങൾ? ആ മണ്ണിന്റെ കണികകൾ എല്ലാ ശത്രുക്കളുടെയും കണ്ണുകളിലായി. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആ പറയും വമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ. വമാ റമൈത്ത ഇത് റമൈത്ത, നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളാരും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ വാചകം എത്രമാത്രം അർത്ഥശൂന്യമാണ്. മുഹമ്മദ് നബിയെ നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല. വമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ, നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല. എന്നാൽ നിന്റെ കയ്യിൽ നിന്ന് മണൽ പുറത്തേക്ക് തെറിച്ചിട്ടുണ്ട്, പക്ഷേ നിന്റെ ഏറുകൊണ്ട് ശത്രുക്കളുടെ മുഴുവനും കണ്ണിൽ മണൽത്തരികൾ എത്തുകയില്ല. നീ എറിഞ്ഞു, പക്ഷേ ആ ഏറ് യഥാർത്ഥത്തിൽ നടത്തിയത് ആരായിരുന്നു? അല്ലാഹു ആയിരുന്നു. ഒരു അല്പം വിനയമുള്ളവരൊക്കെ പറയുന്ന വാക്കാണ്, ഞാൻ ജയിച്ചു. പക്ഷേ അള്ളാഹ് വല്ലാതെ സഹായിച്ചതുകൊണ്ട് ജയിച്ചതാണ്. ആത്മാർത്ഥമായി പറയുന്ന ആളുകൾ. നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം ആ വിജയ സാധ്യത കാണുന്നില്ല. എനിക്കൊരു അഡ്മിഷൻ കിട്ടി, പടച്ചോന്റെ അങ്ങേയറ്റത്തെ സഹായം ഉണ്ടായതുകൊണ്ട് കിട്ടിയതാണ്. നമ്മളാണ് ചെയ്തത്, പക്ഷെ നമ്മളല്ല ചെയ്തത്. നമ്മളാണ് ചെയ്തത്, പക്ഷെ നമ്മളല്ല ചെയ്തത്. അപ്പോൾ ആലോചിക്കും ഇനിയുള്ള ജീവിതം. എന്നാൽ നിങ്ങളിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഈ ഷെഡിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്കാണോ പോകുന്നത്? ആ വീട്ടിലെത്താൻ പോക്കറ്റിൽ ബസ് ഫെയർ ഉണ്ടായാൽ മതിയോ? ആ ഭാഗത്തേക്ക് ഒരു ബസ് ഉണ്ടായാൽ മതിയോ? പോരാ. ആര് കൂടെ വേണം? അള്ളാഹു കൂടെ വേണം. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. സൂറത്ത് നിസായിൽ പറയുന്നു, സത്യനിഷേധികളെ, കപടവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനുമെതിരെ ഗൂഢാലോചന നടത്തുന്നു. പക്ഷെ നിങ്ങളുടെ മുഴുവൻ ഗൂഢാലോചനക്കും സാക്ഷിയാണ് അള്ളാഹു. നിങ്ങൾ രാത്രി സമയത്ത് നടത്തിയ ഗൂഢാലോചനയിൽ നിങ്ങളുടെ ഓരോ വാക്കുകളും അള്ളാഹു ഇരുന്നു കേട്ടിട്ടുണ്ട്. എല്ലാറ്റിനും അള്ളാഹു സാക്ഷിയാണ്. അപ്പൊ എന്താ, അള്ളാഹുവിന്റെ ചെറിയൊരു സഹായം നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലും പിഴക്കും. നമ്മുടെ ജീവിതം പരാജയങ്ങളിലേക്ക് വരും. 1, 2, 3 വിഷമം ഇങ്ങനെ തുടർച്ച വന്നു കഴിഞ്ഞാൽ പുടുത്തം വിട്ടുപോകും. ഒന്നും ചെയ്യാൻ പറ്റൂല. 1, 2 മരണങ്ങൾ, സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാര്യം, പിന്നെ അവസാനിച്ചു കാര്യം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ ഒരു പിന്തുണ, ഒരു സഹായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിന് ആവശ്യമാണ്. അവൻ്റെ ഒരു ഇടപെടൽ, ആ ഇടപെടൽ ഉണ്ടായി കിട്ടാൻ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്താ വേണ്ടത്? പടച്ചോനിന്റെ കാര്യത്തിൽ ഒരു അതൃപ്തി ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പടച്ചോനിന്നെ പറ്റി ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവൂല. അതാർക്കേ പറയാൻ പറ്റുള്ളൂ? നിങ്ങൾ സ്വകാര്യ ജീവിതം നന്നായവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. സ്വകാര്യ ജീവിതം നന്നായവർക്കേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റൂ? എല്ലാവരും നമ്മളെപ്പറ്റി സംതൃപ്തരാണ്. അള്ളാഹു സംതൃപ്തനാണെങ്കിൽ രഹസ്യ ജീവിതം നന്നാവണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കണ സമയത്ത്, വഫാത്താകണ സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ചു എന്തറിയോ? എനിക്കു ശേഷം ഒരു ഖലീഫനെ എപ്പം നിശ്ചയിക്കണാവും നല്ലതെന്നാണ്. മരിക്കുന്ന മുന്നേ തന്നെ അടുത്ത ഖലീഫനെ കണ്ടുപിടിക്കലാവും നല്ലതെന്ന്. ഇപ്പോൾ സഹാബത്തിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി അഭിപ്രായം ചോദിച്ചു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ പറ്റി അഭിപ്രായം ആരോട് ചോദിച്ചു? നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ, എന്താണ് ഉമറിനെ പറ്റി താങ്കളുടെ അഭിപ്രായം? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, അൻത അഖ്ബറുനാ ബിഹി. ഉമർ, ഉസ്മാൻ പിന്നെ അല്ല അബൂബക്കർ, ഉമർ ആരാണെന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ആരാണെന്ന് ഞങ്ങളെക്കാൾ ഉങ്ങക്കല്ലേ അറിയാം, പിന്നെ എന്തിനാ ഞങ്ങളോട് ചോദിക്കണമെന്നാണ്. അപ്പോ അബൂസ്, കാര്യം അങ്ങനെ തന്നെയാണ്, എനിക്കാണ് അറിയാം, എന്നാലും നിങ്ങളുടെ അഭിപ്രായം പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നമ്മൾ കേൾക്കണം. ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കേണ്ട അഭിപ്രായങ്ങൾ ഏറ്റവും വലിയ അഭിപ്രായമാണ്. ഒരു സഹാബിന്റെ അഭിപ്രായമാണത്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വളർന്ന റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്ന്, പാഠശാലയിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയുടെ വിലയിരുത്തലാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ അന്ന സരീറതഹു ഖൈറും മിൻ അലാനിയതിഹി, അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാളും വിശുദ്ധമാണെന്നാണ്. രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാളും വിശുദ്ധമാണെന്നാണ്. എന്താ അർത്ഥം? പുറത്ത്
ആളുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സൂക്ഷ്മത ഉണ്ടല്ലോ, അതിൻ്റെ എത്രയോ വലിയ സൂക്ഷ്മതയാണ് സ്വകാര്യ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആർക്കാ പറയാൻ പറ്റുക? അവന് മാത്രമേ അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അങ്ങനത്തെവർക്കേ പറ്റുള്ളൂ. അപ്പോൾ ഒരല്പം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. നമ്മുടെ രാത്രിയും പകലും നമ്മുടെ സുഹൃത്തുക്കളോടുള്ള സംസാരവും രഹസ്യമായി നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകളും ആലോചനകളും എല്ലാം ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന തോന്നലുകളാണോ മനസ്സിലൂടെ മിന്നിമറയുന്നത്, അതോ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കാപഢ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസ്യതയെക്കുറിച്ച് നമ്മുടെ മലിനമായ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥകളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ അറിയൂ? പ്രയാസക്കാരം. സദ്ദിദൂ വഖാരിബു, നിങ്ങളൊരു മര്യാദക്കാരായി ജീവിക്കും, അള്ളാഹുവിലേക്ക് സാമീപ്യം തേടൂ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി, ഒരു തൗഫീഖ് നിങ്ങളുടെ പരീക്ഷകൾക്ക് വേണം, ജോലിക്ക് വേണം, ശരീരത്തിന് വേണം, നമ്മുടെ ഭാവിക്ക് വേണം, ബുദ്ധിക്ക് വേണം, നമ്മുടെ കുടുംബത്തിന് വേണം, മാതാപിതാക്കൾക്ക് വേണം. അള്ളാഹുവിൻ്റെ ഒരു കുരുത്തം, അത് കിട്ടാനുള്ള മാർഗം എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കുണ്ടാവണം, നമ്മുടെ രഹസ്യ ജീവിതം നന്നാവണം. രണ്ടാമതെന്താ നിങ്ങൾ? അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം. അങ്ങേയറ്റത്തെ വേദന മാതാപിതാക്കൾ മക്കളെ കുറിച്ച് പറയുന്നു. ഈ മാതാപിതാക്കൾ വിഷമിച്ച് കരയുന്ന രംഗങ്ങളൊക്കെ എപ്പോഴാ കാണല്? നിങ്ങൾ തൻ്റെ മക്കളെ ഒന്ന് നേരാക്കി എടുക്കണം വിചാരിച്ച് നടക്കാതെ വരുമ്പോഴാണ് കരയില്. ഉനക്ക് നല്ലൊരു കോലത്തിലാക്കണം, ഞാൻ എത്ര കാലമായി വിചാരിക്കുന്നു, നടക്കണില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞ രക്ഷിതാക്കന്മാരെ ഞാൻ കണ്ടത്, കരഞ്ഞ ആൾക്കാർ. അപ്പോൾ നമ്മൾ അവിടെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കണം. മാതാപിതാക്കൾ വാപ്പയും ഉമ്മയും തൃപ്തിപ്പെടാത്തവന്റെ ജീവിതത്തിൽ ഒരു കുരുത്തുണ്ടാവൂല, കിട്ടൂല. അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായം അവന് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാതാപിതാക്കളുടെ ഒരു പൊരുത്തം നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ നന്നാക്കി തീർക്കണം. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, അവരെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കണം, അവരുമായുള്ള ബന്ധങ്ങളെ നമ്മൾ നന്നാക്കണം. അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള മാർഗം എന്താണ്? ഫദ്കുറൂനി അദ്കുറുക്കും, അള്ളാഹുവിനെ ഓർക്കുന്നവരെ അള്ളാഹു ഓർക്കാതിരിക്കൂല. ഏതു സന്ദർഭങ്ങളിലും നമ്മളൊരു നന്മ പ്രവർത്തിക്കുന്നതും തിന്മ പ്രവർത്തിക്കാതിരിക്കുന്നതും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് മാത്രം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ നാം ചൊല്ലുന്ന ദിക്റുകളും ദുആകളും അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതോടൊപ്പം ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അള്ളാഹുവേ നിന്നെക്കുറിച്ചുള്ളൊരു ചിന്ത ഇല്ലെങ്കിൽ ഇപ്പം എനിക്കിത് ചെയ്യാനൊരു പ്രശ്നമല്ല, നിന്നെക്കുറിച്ചൊരു ചിന്തയില്ലെങ്കിൽ എനിക്കിത് പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് മാത്രം നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചില കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഇതൊക്കെ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും ലഭിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളും സമയങ്ങളുമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു ചെറിയ യാത്ര പോലെ നമ്മുടെ ജീവിതം, പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കാവശ്യമായ ഒന്നാമത്തെ കാര്യം ലക്ഷ്യബോധം, ഇടയ്ക്കിടയ്ക്കൊരു ഓർമ്മപ്പെടുത്തൽ. അത് നിങ്ങൾ എവിടുന്നാ കിട്ടുക നിങ്ങൾ ആലോചിക്കണം. അതിനൊരു അവസരം നിങ്ങളെ ക്യാമ്പസിലോ ചുറ്റുപാടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം മോറൽ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ CREയുടെ പരിപാടികളിൽ നിന്നോ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ക്യാമ്പുകളിൽ നമുക്കത് കിട്ടണം. എവിടെയെങ്കിലും ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങളിതിനെ നിസ്സാരമായി കാണരുത്, വളരെ ഗൗരവത്തോടു കൂടെ കാണണം. എനിക്കൊന്നും കൂടെ പറയാനുള്ളതാണ്. രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ പോകുന്ന വഴി ശരിയാണെന്ന് നമുക്ക് ഉറപ്പ് വേണം. അതിനുള്ള മാർഗം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, സംശയങ്ങളുണ്ടോ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ പോകുന്ന വഴി സത്യത്തിൻ്റെ വഴിയാണെന്ന് ഉറക്കുമ്പോൾ നമുക്ക് ആവേശത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. മറ്റൊന്ന്, എന്തു സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ജീവിത വിജയം അസാധ്യമാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാനും അവൻ്റെ തൃപ്തിക്ക് ഉതകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പകർത്താനും
നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ ഓതിയ ഒരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കല്ലാബൽ തുഹിബ്ബൂനൽ ആജില. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷേ മനുഷ്യന് ഇഷ്ടം എപ്പോഴും ക്ഷണികമായി അവസാനിക്കുന്ന ഈ ലോകത്തെ ജീവിതമാണ്. എല്ലാ ചിന്തകളും എല്ലാ ആലോചനകളും ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മനുഷ്യൻ്റെ ചിന്തകൾ. വതദറൂനൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യങ്ങളെ അവർ വിട്ടുകളയുന്നു. ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ദുനിയാവിന് വേണ്ടി ഓടുമ്പോൾ നമ്മളിൽ ഒറ്റപ്പെട്ട ആളുകൾ അടങ്ങി ഒതുങ്ങി പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതാണ് ഇവിടുത്തെ. പക്ഷേ ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ അവഗണനകളും ചെറിയ പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും ബഹിഷ്കരണങ്ങളും ഒക്കെ അപരിചിതമായ നോട്ടങ്ങളും നേരിടേണ്ടി വന്നാലും ഉജൂഹും യൗമ ഇദിൻ നാദിറ, ചില മുഖങ്ങൾ അന്ന് പ്രശോഭിതമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. നാം ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ, ആരെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവോ, ആരുടെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളെ നന്നാക്കുന്നുവോ, ആർക്കു വേണ്ടി നമ്മൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുവോ, അവനെ കണ്ട് ആനന്ദിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ. ആ ഒരു നല്ല സന്ദർഭത്തെ, ആ ഒരു നല്ല ലക്ഷ്യത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം ഞാൻ ഉറപ്പെടുത്താണ്. ലക്ഷ്യബോധത്തോടുകൂടെ നമ്മുടെ മാർഗം സത്യമാണെന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇനി നമുക്ക് സുഹൈർ മൗലവിയുടെ ക്ലാസ്സാണുള്ളത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹത്തെ എത്തും. നിങ്ങളുടെ കയ്യിൽ തന്ന ബയോഡാറ്റ നിങ്ങൾക്ക് പൂരിപ്പിക്കാനുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം അവസരങ്ങളെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിജയകരമായ ഒരു ജീവിതം ഇഹലോകത്തും പരലോകത്തും സാധ്യമാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും.